കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം പാണക്കാട് തുടങ്ങി. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് യോഗത്തിൽ ചർച്ചയാകും. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നാൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗത്തിൽ ചർച്ചയാകും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി റിയാസ് KMR ആണ് ചേരുന്നത്. റിയാസ്, ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ മുസ്ലിം ലീഗിന്റെ നേതൃയോഗമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നത്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? ഏറ്റവും നിർണായകമായൊരു യോഗമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ചേരുന്നത്. ലീഗിനെ സംബന്ധിച്ച് ഒരു അടിയന്തര യോഗം തന്നെയാണ് അവർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗങ്ങൾക്ക് പുറമെ സംസ്ഥാന തലത്തിലെ പ്രധാന ഭാരവാഹികളുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. ആ ഒരു യോഗമാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ചേരുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നൊരു നിലപാട് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സോണിയാഗാന്ധി ഫോണിൽ വിളിച്ചപ്പോൾ അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് സോണിയാഗാന്ധി തങ്ങളെ ഫോണിൽ വിളിച്ചിരുന്നത്. ഈ സമയത്ത് ജനവികാരത്തിനൊപ്പം നിൽക്കാനാണ് ലീഗ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ജനവികാരം കോൺഗ്രസ് മാനിക്കണം എന്ന രീതിയിലാണ്. അതുകൊണ്ട് ലീഗിന്റെ താല്പര്യം ജനവികാരത്തിനനുസൃതമായി VD സതീശൻ മുഖ്യമന്ത്രിയാവട്ടെ എന്നത് പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നു. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും UDF കൺവീനർ MM ഹസൻ, ഒപ്പം തന്നെ ഈ മാത്യു കുഴൽനാടൻ MLA തുടങ്ങിയവർ ലീഗിനെതിരെ നടത്തിയ പരാമർശങ്ങളും ചർച്ചയാകും. ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നതിനുള്ള അമർഷം ലീഗിന്റെ നേതാക്കൾ പരസ്യമായി തന്നെ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ UDFന്റെ മറ്റൊരു ഘടകകക്ഷിയായ RFPയും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനിടെയാണ് ഈ യോഗം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ചേരുന്നത്. അതുകൊണ്ട് അത്തരം കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് തന്നെ ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. ഇനി VD സതീശനെ അല്ല, മറിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ എന്തായിരിക്കും ലീഗിന്റെ നിലപാട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് യോഗം ചർച്ച ചെയ്യും. കൂടാതെ പ്രധാനമായും മറ്റൊരു കാര്യം, ലീഗിന് 5 മന്ത്രിമാർ തന്നെ ലഭിക്കണം എന്നുള്ളതാണ്. കാരണം നേരത്തെ ലീഗിന് 5 മന്ത്രിമാരുണ്ടായിരുന്നു. അത് 4ആയി ചുരുക്കാൻ കോൺഗ്രസിലെ ചിലർ ഇടപെടുന്ന രീതിയിലുണ്ടായിരുന്നു. അതിനെതിരെ ഒക്കെ ലീഗിനകത്ത് ശക്തമായ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ 5 മന്ത്രിമാർ ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനം കൈക്കൊള്ളും. അതിൽ PK കുഞ്ഞാലിക്കുട്ടി ഉറപ്പായും മന്ത്രിസ്ഥാനത്തുണ്ടാകും. ഒപ്പം തന്നെ PK ബഷീർ ഉണ്ടാകും, എറണാട് MLA. അതുകൂടാതെ N ഷംസുദ്ദീന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. ഒപ്പം തന്നെ KM ഷാജി, വേങ്ങര MLA KM ഷാജിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. 5ാമത്തെ മന്ത്രിയായി ആര് വരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലുള്ള ഒരു പദവിയും ലീഗ് നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ 4 മന്ത്രിയും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം ലീഗിനെ സമീപിക്കാനിരുന്നത് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിനെതിരെ ലീഗിനകത്ത് വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു, അമർഷവും ഉണ്ടായിരുന്നു. ലീഗിന് 5 മന്ത്രിസ്ഥാനം തന്നെ നേരത്തെ കിട്ടിയതാണ്. മാത്രമല്ല മുൻപത്തേതിനേക്കാൾ സീറ്റ് നില ലീഗ് വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണയും 5 മന്ത്രിസ്ഥാനം ഉറപ്പായും വേണമെന്നുള്ള ഒരു ആവശ്യത്തിൽ തന്നെയാണ് ലീഗ് നേതൃത്വമുള്ളത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ യോഗം ചേരുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം പാണക്കാട് തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നാൽ സ്വീകരിക്കേണ്ട നിലപാടുകളൊക്കെ ഈ ഒരു യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ നിലപാട് അറിയിച്ചിരുന്നു, VD സതീശനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന്. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത അതൃപ്തിയും പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ യോഗം തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.